എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം അവരുടെ സ്വപ്നങ്ങളൊക്കെ ഒന്നൊന്നായി ഇങ്ങനെ നേടിയെടുക്കുന്നത്? അതിൻ്റെ ഒരു രഹസ്യം അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും എങ്ങനെ സ്വന്തമാക്കാം എന്നതിൻ്റെ ഒരു കൃത്യമായ വഴി നമുക്കിന്ന് ഒരുമിച്ച് കണ്ടെത്താം. ഇത് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ചിലർക്കെന്താ ഭാഗ്യം കൂടുതലാണോ, അല്ലെങ്കിൽ അവർക്ക് മറ്റാർക്കുമില്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളാണ്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീട് പണിയുന്നതിന് മുൻപ് നമുക്ക് എന്തായാലും ഒരു ബ്ലൂ പ്രിന്റ് വേണം അല്ലേ? ഏതു മുറി എവിടെ വരണം, വാതിൽ എവിടെ വെക്കണം എന്നൊക്കെ കൃത്യമായി അതിലുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും. അതിനും വേണം ഇതുപോലൊരു ബ്ലൂ പ്രിന്റ്. ആ ഒരു പ്ലാൻ കയ്യിലില്ലാത്തതാണ് പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഈ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റിന് ശരിക്കും പറഞ്ഞ 4 പ്രധാനപ്പെട്ട താക്കോലുകളുണ്ട്. ഇതുപയോഗിച്ചാൽ മതി ഏത് ലക്ഷ്യവും നമുക്ക് നല്ല വ്യക്തവും പവർഫുള്ളുമാക്കി മാറ്റാൻ പറ്റും. നമുക്ക് ആ താക്കോലുകൾ ഓരോന്നായിട്ടൊന്ന് നോക്കിയാലോ? നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ എനിക്ക് പരാജയപ്പെടരുത് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് സത്യത്തിൽ കേൾക്കുന്നത് ആ പരാജയം എന്ന വാക്ക് മാത്രമാണ്. ആ അരുത് എന്നുള്ളത് അതങ്ങ് കളയും. അതുകൊണ്ട് എപ്പോഴും എന്ത് വേണം എന്ന് മാത്രം ചിന്തിക്കുക, എന്ത് വേണ്ട എന്ന് ചിന്തിക്കരുത്. അതായത് എനിക്ക് വിജയിക്കണം എന്ന് തന്നെ ലക്ഷ്യം വെക്കുക. അപ്പോൾ ഇതാണ് ആ 4 താക്കോലുകൾ. നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തേത് പോസിറ്റീവ് ആയിരിക്കുക. അതായത് എനിക്ക് കടം വേണ എന്ന് പറയുന്നതിന് പകരം എനിക്ക് സാമ്പത്തികമായി സ്വാതന്ത്ര്യം വേണം എന്ന് പറയുക. രണ്ടാമത്തേത് കൃത്യത. എനിക്ക് ഒരുപാട് പണം വേണം എന്ന് പറയുന്നതിൽ ഒരു വ്യക്തതയില്ല. പകരം അടുത്ത ഡിസംബർ 31 മുമ്പ് എനിക്ക് 1 ലക്ഷം രൂപ സമ്പാദിക്കണം എന്ന് കൃത്യമായി പറയുക. മൂന്നാമത്തേത് അത് അനുഭവിച്ചറിയുക. ആ ലക്ഷ്യം നേടുന്ന നിമിഷം നിങ്ങൾ എന്ത് കാണും, എന്ത് കേൾക്കും, എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് എന്നൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നാലാമത്തെ പോയിന്റ്, ഇത് ആർക്കെങ്കിലും ദോഷം ചെയ്യുമോ എന്നുറപ്പാക്കുക. നിങ്ങളുടെ ഈ ലക്ഷ്യം കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുകൂടി ഒന്ന് പരിശോധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറുമൊരു ചിന്തയല്ല കേട്ടോ, ഇതൊരു അനുഭവമാണ്. നിങ്ങളുടെ ഭാവിയെ ഇപ്പോൾ തന്നെ ഒന്ന് രുചിച്ചു നോക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ടെക്നിക്കാണ്. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ശാന്തമായ ഒരിടത്തിരിക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധയൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് പതുക്കെ കണ്ണുകൾ അടച്ച് ആഴത്തിലൊരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരം റിലാക്സ് ആകുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ഇനി ഞാൻ പറയുന്ന ലോകത്തേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ ദിവസത്തിലേക്ക് യാത്ര ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേടിയെടുത്ത ആ ദിവസം. അത് സംഭവിച്ചു കഴിഞ്ഞു. ചുറ്റുമൊന്ന് നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുണ്ട്. അവരുടെ മുഖത്തെ ആ സന്തോഷം, ആ പുഞ്ചിരി, കണ്ണുകളിലെ തിളക്കം എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കൂ. ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ഇനി അവരുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കൂ. അവർ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ പറയുന്നതാവാം, മോനെ മോളെ, എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനമുണ്ട് എന്ന്. നിങ്ങളുടെ കൂട്ടുകാർ സന്തോഷം കൊണ്ട് ആർപ്പു വിളിക്കുന്നുണ്ടാവാം. ആ ശബ്ദങ്ങളൊക്കെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ഓരോ വാക്കും നല്ല വ്യക്തമായി കേൾക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ആ വിജയത്തിന്റെ സന്തോഷവും അഭിമാനവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തരംഗം പോലെ ശരീരം മുഴുവൻ പടരുന്നത് അതൊന്ന് അനുഭവിക്കൂ. ചിലപ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നുണ്ടാവാം. ആ നിമിഷത്തിലെ ആനന്ദം അത് പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഇതാണ് ഈ വ്യായാമത്തിൻ്റെ ഒരു മാജിക്. നമ്മുടെ ഉപബോധ മനസ്സിനുണ്ടല്ലോ, നിങ്ങൾ സങ്കല്പിക്കുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് അനുഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സ് വിശ്വസിക്കും. പിന്നെ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ നിങ്ങളുടെ മനസ്സ് തന്നെ കണ്ടെത്താൻ തുടങ്ങും. ആ ഒരു നല്ല ഫീലിംഗ് നിലനിർത്തിക്കൊണ്ട് പതിയെ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് കണ്ണുകൾ തുറക്കാം. ശരിക്കും ഒരു വല്ലാത്ത ഫീലായിരുന്നു അല്ലേ? വളരെ പവർഫുള്ളാണ്. പക്ഷേ ഈ ശക്തിയെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഓരോ ദിവസത്തിലും ഉപയോഗിക്കാൻ പറ്റുക? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ആ 4 താക്കോലുകളും ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഒരു ടീച്ചർ കുട്ടിയോട് നന്നായി പഠിക്കണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. അതൊരു പോസിറ്റീവ് ലക്ഷ്യമാണ്, ശരിയാണ്. പക്ഷെ അതിലെ കൃത്യതയില്ല. പകരം ഓരോ വിഷയത്തിലും 90% മാർക്ക് വാങ്ങണം എന്ന് പ്ലാൻ ചെയ്യാൻ സഹായിക്കുമ്പോഴോ അത് വളരെ വ്യക്തമാണ്, നമുക്ക് അളക്കാനും പറ്റും. ഇതുപോലെ മറ്റുള്ളവരെയും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാക്കാൻ നമ്മൾ സഹായിക്കണം. അപ്പോൾ വിജയത്തിലേക്കുള്ള ഈ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒന്നോർക്കണം, അറിവ് മാത്രം പോരല്ലോ, പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് ഞാൻ തരാം. ആദ്യം
നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെടുക്കുക. എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞുവെന്ന രീതിയിൽ വേണം എഴുതാൻ. ഉദാഹരണത്തിന്, എനിക്കൊരു കാർ വേണം എന്നല്ല, എന്റെ പുതിയ കാർ ഇപ്പോൾ സ്വന്തമാക്കിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുവെന്ന്. എന്നിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് ഇതൊരു 3 തവണ വായിക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സ് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും തയ്യാറായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ലക്ഷ്യം നേരെ നമ്മുടെ ഉപബോധ മനസ്സിലേക്കെത്തും. അപ്പോ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളെ തടയാനൊന്നുമില്ല. ഒന്നാലോചിച്ച് നോക്കൂ, ഈ പുതിയ അറിവ് വെച്ച് നിങ്ങൾ ആദ്യം നേടിയെടുക്കാൻ പോകുന്ന ആ വലിയ സ്വപ്നം അതെന്തായിരിക്കും? നിങ്ങളുടെ യാത്ര ഇതാ ഇപ്പോൾ ആരംഭിക്കുകയാണ്.